സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ അല്ലേ വില? 94,000 രൂപയാണ്. 94,000 അല്ല, 94,940 രൂപ എങ്ങാണ്ടായി ഇന്നത്തെ റേറ്റ്. പറയാൻ കാരണം എന്താണെന്നറിയോ? പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭാഗ്യമില്ലാത്തവളാണ് എന്നൊക്കെ. അതല്ലടോ, ഞാൻ നല്ല ഭാഗ്യമുള്ള ആളാണ്. നല്ല ഭാഗ്യം എന്ന് വെച്ചാൽ ലക്കി ഗേളാണെന്ന് തന്നെ പറയാൻ പറ്റും. എന്താണെന്നറിയോ? ഇന്നെൻ്റെ പാദസരം കളഞ്ഞുപോയി. എൻ്റെ പൊന്നാര മക്കളെ, കളഞ്ഞുപോയി. പക്ഷേ തിരിച്ച് കിട്ടിയിട്ടോ. ഒന്നും പറയണ്ട. ഇതെങ്ങാൻ കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ജസ്നക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ അല്ലെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു കേട്ടോ. അല്ലേ ഇന്നലെയും കൂടി അരുണിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടേ ഉള്ളൂ, പൊന്നിന് ഇതേ നല്ല വിലയാണ്, പാദസരമൊക്കെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മനോട് പറയുകയും ചെയ്തു, അമ്മ ഞാൻ കാറിലല്ലേ പോവാറ്, പുറത്തങ്ങനെ ഇറങ്ങാറില്ലല്ലോ എന്ന്. പൊതുവേന്ന് വെച്ചാൽ എനിക്ക് ബസ് പോകുമ്പം ഭയങ്കര പേടിയാട്ടോ. എന്താ വെച്ചാൽ ബസ് പോകുമ്പം പേടിയെന്ന് വെച്ചാൽ തിരക്കുള്ള ബസ്സിൽ, അത് നിങ്ങളോടുകൂടിയായിട്ട് പറയാണ്, തിരക്കുള്ള ബസ്സിൽ നമ്മൾ ഇറങ്ങുന്നയൊക്കെ സമയത്തും കയറുന്നയൊക്കെ സമയത്തും നമുക്ക് നിൽക്കാനൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാലുമേൽ മറ്റുള്ളവരുടെ കാലുമ ചവിട്ടി പോവുകയും മറ്റുള്ളവർ നമ്മുടെ കാലുമ ചവിട്ടി പോവുകയൊക്കെ ചെയ്യല്ലോ. ആ സമയത്ത് നമ്മുടെ പാദസരം പൊട്ടി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ തിരക്കുള്ള ബസ് കയറുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കാൽമേലുള്ള പാദസരമാണ്. അപ്പം എൻ്റെ പൊന്നാര മക്കളെ, ഇതിന്ന് തിരിച്ചു കിട്ടി. ഒന്നും പറയണ്ട ഗൈസ്. രണ്ടും കൂടിയും 3.5 പവനാട്ടോ ഉള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ പാദസരത്തിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്തൊരു റീൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ റീൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് വാട്സപ്പിൻ്റെ അകത്ത് പലരും മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാദസരത്തിൻ്റെ ഫോട്ടോ ഒന്ന് അയക്കോ, എവിടുന്ന് മേടിച്ചതാണ് എന്നുള്ള ഡീറ്റെയിലൊക്കെ ചോദിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മേടിച്ചത് എന്ന് പറയേണ്ട, ഞാൻ ഉണ്ടാക്കിച്ചതാണ്. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എൻ്റെ പാദസരം മാറ്റണം എന്ന് കുറേ കാലമായി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ദിയ ഗോൾഡിൽ നിന്ന് ഞാൻ കസ്റ്റമൈസ് ചെയ്യിച്ചെടുത്തൊരു സംഭവമാണിത്. നല്ല ഭംഗിയില്ലേ? പിന്നെ 2 വർഷത്തിൻ്റെ അടുത്തായിട്ടോ ഇതെൻ്റെ കാലുമേലായിട്ട്. ഇത് ഇങ്ങനെ മാലയാക്കിയിട്ടാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു റീലിൻ്റെ അകത്ത് ഇപ്പുറം ആ ചരടുണ്ടല്ലോ, ആ ചരട് ഇട്ടിട്ട് ഞാനൊരു നെക്ലേസ് പോലെ ആക്കിയിട്ടുണ്ട്. എന്താ നല്ല ഭംഗിയുണ്ട് ഗൈസ്. അത് നെക്ലേസ് ആക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഏതായാലും മക്കളെ, ഇതെനിക്ക് തിരിച്ച് കിട്ടി. ഒന്ന് പേടിച്ച് പോയിട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുളിച്ച് വന്നതേ ഉള്ളൂ. അതാട്ടോ മുടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ വീണ് പോയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അരുണ് പറഞ്ഞ് ആദ്യം തന്നെ നൂലിട്ട് കെട്ടുക. ഞാൻ എൻ്റെ ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ പാദസരത്തിന് നൂലിട്ട് കെട്ടിക്കുന്നല്ലാതെ അങ്ങനെ നൂലിട്ട് കെട്ടിയിട്ടില്ലായിരുന്നു. ഇത് കട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിന് താങ്ങാനുള്ള കട്ടി ഉണ്ട് എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കാഴ്ചയിലല്ല കേട്ടോ, ഇത് ശരിക്കും പറയാച്ചാൽ ഇങ്ങനെയല്ല, നല്ല കാഴ്ചയിലാണ് ഇത് ആ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തതുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷേ ഈ കാഴ്ച കുറവിൽ ചെയ്യുക വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പം കാഴ്ച കുറവ് ചെയ്തതാണ്. അപ്പം 4 പവൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ കയ്യിൽ പൈസ കുറവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 3.5 ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിച്ചതാണ്. എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു പാദസരം എന്നുള്ളത്. അങ്ങനെ ചെയ്യിച്ചൊരു മുതലാണിത്. ഏതായാലും കുട്ടി മാമ കിട്ടി മാമ. അപ്പോൾ ഇനി ഇത് ഏതായാലും ഒന്ന് നൂലിട്ട് കെട്ടണം.
അല്ലാതെ ഞാൻ ഇടൂല. ഇനി എനിക്ക് പേടിയാ. ഇനിയിപ്പോൾ ടെൻഷനായിരിക്കും എവിടെ പോകുന്ന സമയത്തും. കർത്താവേ കാത്തോളണേന്ന് പറയാന്നല്ലാതെ വേറെ ഒഴിവില്ലല്ലോ. ഏതായാലും നൂലിട്ട് കെട്ടിക്കാളട്ടെ.